ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും നല്ല കപ്പയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു അയലക്കറിയാണിന്ന് തയ്യാറാക്കുന്നത്. അപ്പം അതിനായിട്ട് ഒരു 1/2 കിലോ അയില എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് കഴുകി നമുക്ക് കഷ്ണങ്ങളാക്കി എടുക്കാം. എന്നിട്ട് ഒരു തേങ്ങയുടെ പകുതി, അരമുറി തേങ്ങയാണ് എടുത്തത്, അതും ചിരകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി, ഒരു 4 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു 5-6 അല്ലി ചുമന്നുള്ളിയും കൂടെ ഇട്ടിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഈ തേങ്ങ പെട്ടെന്നൊന്ന് വറുത്ത് കിട്ടാൻ വേണ്ടി നമ്മൾ ഫ്രിഡ്ജിൽ തേങ്ങ മുറിച്ച് വെച്ചിട്ട് അതെടുത്ത് ചിരകിയാൽ നമുക്ക് ഒരുപോലെ തേങ്ങ ചിരകിയത് കിട്ടും. പെട്ടെന്ന് മൂത്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇളക്കി കൊടുക്കാം. ഇങ്ങനെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് പൊടികളെല്ലാം ഇട്ട് കൊടുക്കണം. 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ കുരുമുളക് പൊടി കൂടെ ഇട്ട് കൊടുത്ത് ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി, അപ്പോൾ ഇതിൻ്റെ ആ തേങ്ങയുടെ കൂടെ ആ ചൂടും കൂടെ ഇതിന് കിട്ടി ആ പച്ച മണമൊന്ന് മാറിക്കിട്ടും. അങ്ങനെ ഇതിൻ്റെ തണുപ്പൊന്ന് മാറി ചൂടൊന്ന് മാറിയതിന് ശേഷം നമുക്ക് ഒന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ചെടുക്കണം. അത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കഷ്ണത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളവും വെച്ച് നമുക്ക് അതിൽ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. ഉപ്പും കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം. എന്നിട്ട് നമുക്ക് പുളിക്ക് ആവശ്യത്തിനുള്ള പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 3 അല്ലി തൊണ്ടൻപുളിയാണ്, അതും കൂടെ മീൻപുളിയാണ്, അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് അടുപ്പിൽ വെക്കാം. ഒരു 10 മിനിറ്റ് പെട്ടെന്ന് നമുക്ക് കുക്കായി കിട്ടും. എന്നിട്ട് നമുക്ക് നന്നായിട്ട് തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. ചാറൊക്കെ കുറുകി നല്ല മണമാണ്. അതിലോട്ട് നമുക്ക് ഒരു നുള്ള് ഉലുവപ്പൊടിയും കൂടി ചേർത്തൊന്ന് ഇളക്കാം. അങ്ങനെ നമ്മുടെ അയിലക്കറി റെഡി ആയിട്ടുണ്ട്. വറുത്തരച്ച അയിലക്കറി.